Fertilization is the fusion of male and female gametes. That means the fusion of sperm and egg, which takes place in the fallopian tube of female. So, females in the fallopian tube വെച്ച് മെയിൽ ഗ്യാമേറ്റ് ആയ സ്പെർമും ഫീമെയിൽ ഗ്യാമേറ്റ് ആയ എഗ്ഗും ഫ്യൂസ് ചെയ്ത് സിംഗിൾ സെല്ലായ സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഫെർട്ടിലൈസേഷൻ? Fertilization is the fusion of sperm and egg which takes place in the fallopian tube of female and form a single celled zygote. ഇനി എങ്ങനെയാണ് ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഡയഗ്രാം വരച്ച് നോക്കാം. നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഓവറിയിലാണ് എഗ്, അല്ലെങ്കിൽ നമുക്ക് ഓവറി ആയിട്ട് എടുക്കാം. അപ്പൊ ഓവറിയിലെ എഗ് ഫോം ചെയ്യുകയാണ്. അപ്പൊ ഈ ഓവറിയിൽ നിന്ന് എഗ് എന്ന് പറയുന്നത് നമ്മള് ഇത് ഫിംബ്രിയ എന്ന് പറയുന്ന ഭാഗമാണ്. ഫിംബ്രിയ ഫലോപ്പിയൻ ട്യൂബിന്റെ. പിന്നീട് അത് ഇൻഫണ്ടിബുലം എന്ന് പറയുന്നത്. ഇൻഫണ്ടിബുലം. ഇനി ഇൻഫണ്ടിബുലത്തിൽ നിന്ന് നേരെ ഇത് നമ്മൾ പഠിച്ചു. ഇത് ആംപ്യൂള എന്ന് പറയുന്ന ഭാഗം. ആംപ്യൂള. പിന്നീട് ഇതാണ് എന്ന് പറയുന്ന ഇസ്മസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ. അപ്പൊ ഒരു എഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ എഗ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ ഫിംബ്രിയ അല്ലെങ്കിൽ ഇൻഫണ്ടിബുലത്തിലേക്ക് ഇത് കളക്ട് ചെയ്ത് പിന്നീട് മൂവ് ചെയ്ത് ഇവിടെ വന്ന് ഈ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഇത് ഫെർട്ടിലൈസേഷൻ പൂർത്തിയാക്കുന്നത്. ഈ ഫെർട്ടിലൈസേഷൻ നടന്ന എഗ് അല്ലെങ്കിൽ പിന്നീട് സൈഗോട്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ സൈഗോട്ട് പതിയെ പതിയെ ഇതിന്റെ സൈക്കിള് പൂർത്തിയാക്കിക്കൊണ്ട് ഈ സെല്ല് ഇങ്ങനെ ഡിവിഷൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കി പിന്നീട് ഫീമെയിൽസിന്റെ ഇവിടെ നമുക്ക് അതുപോലെ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ യൂട്രസിന്റെ വോളിൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് ഒരു ഫെർട്ടിലൈസേഷൻ ഈവന്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓവറിയിൽ നിന്ന് എഗ് ഫോം ചെയ്തിട്ട് അത് പഠിച്ച് ഫിംബ്രിയയും ഇൻഫണ്ടിബുലവും അവിടെ നിന്നെല്ലാം മൂവ് ചെയ്തിട്ട് ആംബുലയും ഇസ്തമിക് റീജിയനിൽ എത്തുമ്പോൾ മാത്രമേ സ്പേംസുമായിട്ട് ഫ്യൂസ് ചെയ്താൽ എന്ത് നടക്കുന്നുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നുള്ളൂ. അല്ലാത്ത കേസിൽ ഈ പറയുന്ന ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇനി ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം സെമനിൽ നിന്ന് അല്ലെങ്കിൽ സെക്രീഷൻസിൽ നിന്ന് ഒരുപാട് സ്പേംസുകളെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എല്ലാ സ്പേംസുകളും ഫ്യൂസ് ചെയ്ത് അത് സൈഗോട്ടുകളായിട്ട് മാറുന്നില്ല. അപ്പൊ എന്താണ് അതിന് കാരണം? പഠിച്ചതാണ്. എഗ്ഗിനെ പൊതിഞ്ഞ് കാണുന്ന ഒരു മെംബ്രെയിൻ ആണ് സോണ പെലൂസിഡ ലെയർ എന്ന് പറയുന്നത്. ഈ സോണ പെലൂസിഡയുടെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ ഒരു സ്പേം അതിലേക്ക് എൻട്രി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്പേംസിന്റെ എൻട്രിയെ ഇവര് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നിലധികം സ്പേംസുകൾ എത്തിയാലും അത് എല്ലാം ഫെർട്ടിലൈസേഷന് നടക്കുന്നില്ല. അപ്പൊ ഒരു സിംഗിൾ സ്പേം ആണ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന സ്പേംസിന്റെ എല്ലാ എൻട്രിയെ സോണ പെലൂസിഡ ലെയർ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പൊ എന്താണ് ഫങ്ഷൻസ് ഓഫ് സോണ പെലൂസിഡ എന്ന് ചോദിച്ചാൽ വിച്ച് പ്രിവെന്റ് ദ എൻട്രി ഓഫ് അതർ സ്പേംസ് ഡ്യൂറിംഗ് ദ ഫെർട്ടിലൈസേഷൻ പ്രോസസ്. ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം നമ്മുടെ ഫലോപ്പിയൻ ട്യൂബില് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും ഈ സിംഗിൾ സെല്ലായ സൈഗോട്ട് പിന്നീട് എങ്ങനെയാണ് അത് ഒരു എംബ്രിയോ ആയി മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫലോപ്പിയൻ ട്യൂബിന്റെ ആംബുലറി ഇസ്തമിക് റീജിയനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോ നമുക്കറിയാം ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഇതിൽ സ്പേം എന്ന് പറയുന്നത് മോട്ടൈലാണ്, എഗ് നോൺ മോട്ടൈലാണ്. അപ്പൊ സ്പേമും ഫ്യൂസ് ചെയ്യുന്ന സ്പേം മോട്ടൈൽ ആയിട്ടുള്ള സ്പേം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള സിംഗിൾ സെൽഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇത് ഫോം ചെയ്യുന്നത് ആംബുലറി ഇസ്തമിക് റീജിയനിൽ വെച്ച് അല്ലെങ്കിൽ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം
പിന്നീട് ഈ സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ട് അതിന്റെ സെൽ ഡിവിഷൻസ് പൂർത്തിയാക്കി ആ ഓവി ഡക്റ്റിലൂടെ യൂട്രസിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ സിംഗിൾ സെല്ലായ സൈഗോട്ട് പിന്നീട് അത് മൈറ്റോട്ടിക് ഡിവിഷൻസുകൾ നടന്നുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പൂർത്തിയാക്കുകയാണ്. അതായത് സിംഗിൾ സെല്ലായിരുന്നത് പിന്നീട് 2 സെൽഡ് ആകുന്നു, 2 സെൽഡ് പിന്നീട് 4 സെൽഡ് ആകുന്നു, 4 സെൽഡ് 8 സെൽഡ്, അങ്ങനെ അതിന്റെ സെൽ മൾട്ടിപ്ലിക്കേഷൻ പൂർത്തിയാക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന ആ മൈറ്റോട്ടിക് ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോ സിംഗിൾ സെല്ലായ സൈഗോട്ട് undergo mitotic division and the process is known as cleavage. ക്ലീവേജ് നടന്ന് ഉണ്ടാകുന്ന പുതിയ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയേഴ്സുകൾ. അപ്പൊ ക്ലീവേജ് നടന്ന് ബ്ലാസ്റ്റോമിയർ സെല്ലുകൾ ഫോം ചെയ്യുകയാണ്. അപ്പോ ഇവിടെ തൊട്ട് ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതിയ 2 സെൽഡ് ആകുന്നു, 4 സെൽഡ് ആകുന്നു. പിന്നീട് 8 to 16 സെൽഡ് ആയിട്ടുള്ള 8 മുതൽ 16 സെൽഡ് ആയിട്ടുള്ള ആ ബ്ലാസ്റ്റോമിയർ സെൽസിനെ 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയർ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോർല എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് ആണ് മോർല. മോർല കണ്ടിന്യൂസ് ടു ഡിവൈഡ് and transform into the blastocystis. This blastocystis move into the uterus region. And then the arrangement of blastocyst ആണ്. അതായത് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യുന്നു? ബ്ലാസ്റ്റോസിസ്റ്റ് ഡിവൈഡ് ദിസ് ബ്ലാസ്റ്റോമിയർ ഇൻടു ഔട്ടർ ട്രോപ്പോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ്. ഈ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഔട്ടർ സെല്ലുകളാണ് പിന്നീട് യൂട്രസിന്റെ വോളിൽ ചെന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്നർ സെൽ മാസുകള് ബ്രോയിങ് എംബ്രിയോ ആയിട്ടാണ് മാറുന്നത്. അപ്പോ ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് യൂട്രസിന്റെ വോളിലെ അതായത് എൻഡോമെട്രിയൽ ലെയറിൽ ചെന്ന് അറ്റാച്ച് ചെയ്യുകയും ഇന്നർ സെൽ മാസ് ബ്രോയിങ് എംബ്രിയോ ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ യൂട്രസിൽ പോയി ഇത് അറ്റാച്ച് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. അപ്പോ ഫെർട്ടിലൈസേഷൻ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നീട് യൂട്രസിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ഇവരുടെ അറ്റാച്ച്മെന്റിന് ശേഷം യൂട്രസിന്റെ വോൾ വന്നിട്ട് ഇവരെ സെൽസ് എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഈ ഗ്രോയിങ് എംബ്രിയോ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി ബ്ലാസ്റ്റോസിസ്റ്റിനെ ഒന്ന് കവർ ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിലേക്ക് നമ്മളെ ഇംപ്ലാന്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്.